എഴുത്. എന്തോന്ന്? മാംഗോ. എഴുതടി. മാംഗോ. ചേട്ടന് ഉദ്ദേശം മാംഗോ ആണോ? ആ മാംഗോ. എഴുതങ്ങോട്ട്. ചേട്ടാ ഞാൻ ഇച്ചിരി നേരം കളിച്ചോട്ട്. വിളിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് നിന്റെ ടീച്ചർ ലിച്ചു ചേച്ചിയെ. എന്തിന്? മോളൊട്ട് സ്കൂളിൽ പോകത്തുമില്ല, പോയോട്ട് പഠിക്കത്തുമില്ല. അത് പറയാൻ തന്നെ. അതുകൊണ്ട് ഇരുന്ന് പഠിക്കും. ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര പാത്തോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കലേ. എഴുതറി 4+4 എത്ര? എന്തോന്ന് എഴുതി വെച്ചേക്കണേ? മാംഗോയ്ക്ക് എവിടെ നിന്ന് ഈസുണ്ട്? ജിഞ്ചറിന് വയ്യ. വൈ എന്തിന്? നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വരാന്താവണ. നീ മറ്റേ 4+4 എഴുതു. 4+4 ഒന്ന് കൂട്ടിയെങ്കിലും നോക്കടി, കൈ കൊണ്ടെങ്കിലും. 3ാം ക്ലാസ്സിലാ. 1 2 3 4 5 6 7 8 9. 8. 8. അപ്പൊ 5+4 5+4. ദൈവമേ, എന്തോടെ പഠിപ്പിക്കണോ? കണ്ടിട്ട് എന്തൊരു തോന്നണ്. ഞാൻ കൊറേ ദിവസമായിട്ട് വിചാരിക്കാണ് അവളൊന്ന് പഠിപ്പിച്ച് കുളിപ്പിച്ചെടുക്കണോ. എന്തിനാ അമ്മായി പഠിക്കുന്നത്? പഠിച്ചിട്ട് ആരാ നന്നായത്? ഒറ്റ അടി വെച്ചരുവേ. പഠിക്കാൻ പറയുമ്പോ ഓരോരോ ചോദ്യങ്ങള്. പഠിച്ചിട്ടല്ലേ APJ അബ്ദുൽ കലാം നന്നായത്? തന്നെ എത്ര ശാസ്ത്രജ്ഞന്മാര് വലിയ നിലയെത്തിയിരിക്കണം പഠിച്ചിട്ട് തന്നെ. ആണാ സുനിത വില്യംസ് പഠിച്ചിട്ടെന്നെ നന്നായത്? പഠിക്കാതെ നന്നായവരുണ്ട്. ആരാണാവോ പഠിക്കാതെ നന്നായത്? CR7. ആരാടാ CR7? ക്രിസ്ത്യാനോ റൊണാൾഡോ. ആള് പഠിച്ചിട്ടില്ലേ? പുള്ളി ഏത് സമയം കളിയോടെ കളിയായിരുന്നു. സോ അങ്ങനെ അതൊക്കെ നല്ല ഹാർഡ് വർക്ക് ആയിട്ടായിരിക്കും വലിയ നിലയിൽ എത്തിയത്. അതിങ്ങനെ വെറുതെ ഇരുന്നിട്ടല്ല. അല്ല നിനക്ക് ആരാവണമെന്നാണ് ആഗ്രഹം? ഞാൻ തീരുമാനിച്ചിട്ടില്ല. കണ്ട, വിഷനില്ല, ദീർഘവിഷനില്ല. അതാണ് പ്രശ്നം. ഞാനൊക്കെ എവളുടെ പ്രായമുള്ളപ്പോ ഒരു വിഷനുണ്ട്, ഭാവിയിൽ എന്തരാവണമെന്ന്. അതുകൊണ്ട് ഇതൊക്കെ ആയി. അല്ല എന്തോന്നായിരുന്നു നിന്റെ വിഷൻ? പടലത്ത് പോയിട്ട് എഴുത്തും കൃഷിയും ഒക്കെ അല്ലേ, വേറൊന്നും അല്ലല്ലോ. അതിനും ഒരു വിഷം വേണം മകളാടാ. എനിക്ക് ഇത്ര പറയുള്ളൂ, നിനക്ക് ദീർഘവീക്ഷണം ഇല്ല, അത് വേണം കേട്ടാ. എന്താടേ ചിരിക്കണ? ഇവന്റെ കാര്യം ആലോചിച്ച് ചിരിച്ചതാ. നിന്റെ എന്തൊരു കാര്യം ആലോചിച്ച്? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? അത് ചേച്ചിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, എന്നാലും നിങ്ങളൊന്ന് പറ. 3/8/2004. 3/8/2004. ഓക്കെ. മെർലിന്റെയോ? 2004. ഡേറ്റാ? ഡേറ്റ് എന്തിന് 8-12? അത്രയും കണ്ട എന്ത് പറ്റി? നിങ്ങൾ മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാ? നീ അവളുടെ പ്രൊഫൈൽ ഒന്നും നോക്കാറില്ലേ? പ്രൊഫൈലൊക്കെ നോക്കിയല്ലോ, നല്ല ഫോട്ടോസ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഫോട്ടോസ് ഒക്കെ കണ്ടു കാണും, പക്ഷെ ബയോ നോക്കിയില്ലല്ലേ? നിങ്ങൾ ചുമ്മാ കാര്യം പറഞ്ഞിട്ടുണ്ടോ? കുറെ നേരമായി. എടാ നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര? 3/8/2004. മെർലിന്റെ എത്രയാന്നറിയോ? 12/2/2004. 2004. പ്രശ്നം എന്തോ? എടാ മണ്ട, മെർലിൻ നിന്നെക്കാൾ 6 മാസം മൂത്താടാ. എന്താ ശ്രദ്ധിക്കണ്ട കേശു. ചേട്ടാ ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ. അഥവാ ചേട്ടൻ മെർലിൻ ചേച്ചിയെ കല്യാണം കഴിച്ചാ എന്താ വിളിക്കും? മെർലിൻ ചേച്ചി എന്ന് വിളിക്കോ? അങ്ങനെ വിളിക്കോളൂ അല്ലടാ, മെർലിൻ ചേച്ചി. എന്നാലും കേശേ, നീ എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന പോലെ മെർലിനെ ചേച്ചി എന്ന് വിളിക്കേണ്ടി വരുവോളാ? വായിച്ചോടുന്നു. അങ്ങനൊന്നുമില്ല. പിന്നെ ഈ പ്രായത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്ഥിരം ഡയലോഗ്. ചേട്ടാ എന്നെ പഠിപ്പിക്കോ? എന്നെ പഠിപ്പിക്കാൻ എന്തോന്ന്? മാത്സ് ഒക്കെ. കൊച്ചിനെ പഠിപ്പിക്കടാ. പഠിപ്പിക്കില്ലടാ ഇംഗ്ലീഷ് മാത്സ്. പക്ഷെ അവനെ കണ്ടപ്പോഴേ തോന്നിയടേ ഇവനെക്കാളും കുറച്ച് ഏജ് കൂടുതൽ അവക്കുണ്ടെന്ന്. എനിക്ക് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ക്ലിയർ ആയി. എന്താടാ ഈ ഭയമൊക്കെ ചിലപ്പോ തെറ്റായിരിക്കില്ലേ?
ചിലപ്പോ തെറ്റാറൊക്കെ ഉണ്ട്. ഇപ്പൊ 6 മാസമല്ലേ വ്യത്യാസം, ചിലപ്പോ 1 വയസ്സ് 2 വയസ്സൊക്കെ വ്യത്യാസം. 2 വയസ്സ് വ്യത്യാസവും അല്ല അമ്മായി, ഇനിയിപ്പൊ ഞാൻ വലുത് ചേച്ചിയെ വിളിക്കേണ്ടി വരുമോ? എടിപ്പൊ ഞാൻ ചേച്ചിയെ വിളിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ടെൻഷൻ. എന്തായാലും നീ വിളിക്കേണ്ട വരും. സങ്കടം അവന്റെ ടെൻഷൻ ആകുന്നത്. എന്ത് കിണിച്ചോണ്ടിരിക്കണേ? പഠിക്കണല്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.